ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അമോർ. അപ്പോൾ എൻ്റെ മുഖത്ത് നല്ല ചിരി കാണുന്നുണ്ടല്ലേ? കാരണം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടു കഴിഞ്ഞാൽ അതിരപ്പള്ളി വാട്ടർഫോൾസ് ആണ്. അപ്പം കുറേ കാലങ്ങൾ എനിക്കൊന്ന് ഒരുപാട് മാസങ്ങളായി നമ്മൾ പുറത്ത് പോയൊരു ഇൻട്രഡക്ഷൻ എടുത്തിട്ട് ഒരു ട്യൂട്ടോറിയൽ സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി ട്യൂട്ടോറിയൽ വീഡിയോസ്, അതായത് ഞാൻ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം അതായിരുന്നു. അത് ഇട്ടിട്ട് ഇപ്പോൾ കുറച്ചധികമായി. അപ്പോൾ വീണ്ടും ഇന്നിപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞങ്ങളൊന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങളുടെ ബുള്ളറ്റിൽ നമ്മൾ സ്ഥിരം റൂട്ട് അതിരപ്പള്ളി മറ്റേ എസ്റ്റേറ്റ് റോഡിൽ കൂടെ വന്നു. എന്നാൽ നേരെ അതിരപ്പള്ളിക്ക് പോന്നു. അതേ താഴെ കുറേ കാലമായി വിചാരിക്കുന്നു. ഇപ്പോൾ ലൊക്കേഷൻ ഹണ്ടുമാണ്, ഒരു റിഫ്രഷ്മെൻറ്റ് ട്രിപ്പുമാണ്, പ്ലസ് പുതിയൊരു ട്യൂട്ടോറിയൽ. ഓക്കെ, അപ്പം ലൊക്കേഷൻ ഹണ്ട് ഞാൻ വേറെ ഇടുന്നുണ്ട്. കുറേ കാലങ്ങൾക്ക് ശേഷം വന്ന വഴിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തൊക്കെ എനിക്ക് വേറെ വീഡിയോ ഇടാം. നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയൊരു എംബ്രോയ്ഡറി ഒരു ത്രെഡ് വർക്ക് ട്യൂട്ടോറിയൽ കാണിക്കാൻ പോവുകയാണ്. കമൽ കഷിതയാണ് പുതിയ സ്റ്റിച്ച്. നമ്മളിന് മുൻപ് എനിക്ക് തോന്നുന്നു സ്പൈഡർ വെബ് എങ്ങാനാണ് ചെയ്തത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന വേറൊരു സ്റ്റിച്ചാണ്. അപ്പോൾ അത് കണ്ടവർക്ക് സ്റ്റാർ സ്റ്റിച്ച്, അത് കഴിഞ്ഞിട്ട് സ്പൈഡർ വെബ്, ഇത് രണ്ടും അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഇത് രണ്ടും കണ്ടവർക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാനും ചെയ്യാനും പറ്റിയ എന്നാൽ അതിനേക്കാളും ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ സ്റ്റിച്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ട്യൂട്ടോറിയലിൻ്റെ സമയത്ത് ആസ് യൂഷ്വൽ പറഞ്ഞു തരാം. കുറേ ആയി അല്ലേ ട്യൂട്ടോറിയൽ എടുത്തിട്ട് ഒക്കെ, അപ്പോൾ ആ സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോവാം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കമൽ കഷിതയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റിച്ച്. സ്പൈഡർ വെബുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റിച്ചാണ്. സ്പൈഡർ വെബ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ സ്പൈഡർ വെബും ഇത് നമ്മൾ ഡിഫറൻസ് പറഞ്ഞാൽ സ്പൈഡർ വെബ് റൗണ്ടിലാണ് വരുന്നത്. ഓഡ് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ആണ് അതിന് വരുന്നത്. ഇത് റൗണ്ടിലല്ല, ഒരു ബക്കറ്റ് ഷേപ്പിൽ അല്ലെങ്കിൽ ഒരു പെറ്റൽ ഷേപ്പിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് വരയ്ക്കുന്നത് ഒരു ബാസ്ക്കറ്റ് പോലെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ വരയ്ക്കുന്നുണ്ട്. ഫെയറായിട്ട് ചെയ്യുമ്പം ഇങ്ങനെ വരയ്ക്കരുത്, കാരണം ഈ പെൻസിൽ മാർക്സ് കാണും. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പം ഇങ്ങനെയൊരു ഷേപ്പിലാണിത് വരുന്നത്. ഒരു ഫ്ലവറിൻ്റെ പെറ്റലൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അത് മോട്ടിഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ 3 ലെയറായിട്ട് 6 സ്ട്രാൻഡ്സ്. അപ്പോൾ ഇത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വീതിയിൽ ഇങ്ങനെ താഴെ വരയ്ക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പഠിക്കാനായതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് അല്ലെങ്കിൽ മൾട്ടി ഷെയ്ഡഡ് ത്രെഡൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ ഇതിന് കാണാൻ ഭംഗി. അപ്പോൾ ഞാനിത് മൾട്ടി ഷെയ്ഡഡ് ത്രെഡ് 1375 ആണ് ത്രെഡിൻ്റെ നമ്പർ കേട്ടോ. ഡാർക്ക് കളേഴ്സിൻ്റെ ഷെയ്ഡ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കോർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാൻഡ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് ടൈറ്റായിട്ട്, എന്നാൽ വല്ലാതെ വലിച്ചു മുറുക്കിയിട്ടല്ല, എന്നാൽ നല്ല ടെമ്പറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന തരത്തിൽ ചെയ്യാം. ഓക്കെ, ലൈൻസ് കംപ്ലീറ്റ് ആയി. നമ്മളിനി ഇത് സ്റ്റാർട്ട് ചെയ്തോടെ തന്നെ കൊണ്ടുവരാം. ഇനി നമ്മൾ സ്പൈഡർ വെബ് ചെയ്തതുപോലെ തന്നെ ഒന്നിടവിട്ടിട്ട് ഉള്ള സ്റ്റാൻഡ്സിൻ്റെ അടിയിൽ കൂടെ എടുക്കുക. ആദ്യം 2, 4, 6 നമ്പർ സ്റ്റാൻഡ്സിൻ്റെ അടിയിൽ കൂടിയാണ് എടുത്തത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ അടുത്ത സെറ്റ്, അതായത് 1, 3, 5 1, 3, 5 വേണമെങ്കിൽ നമ്പർ ഇട്ട് വയ്ക്കുക കേട്ടോ, കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് നമ്മളൊരു ബാസ്ക്കറ്റ് വീവിങ് പോലെ അത് വീവ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതങ്ങനെ നമ്മൾ ആദ്യം ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നമുക്ക് 4 സ്ട്രാൻഡ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ചെയ്ത് അവിടെ എത്തുമ്പം ഞാനൊന്നും കൂടെ പറഞ്ഞുതരാം, അപ്പോൾ മനസ്സിലാവും. ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ചിലപ്പോൾ നമ്മളിത് ഇങ്ങനെ ഈ ഷാർപ്പായ ഭാഗം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്തെടുക്കുമ്പോൾ അത് തുണിയിൽ കൊളുത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം കൊണ്ട്, അതായത് അതിൻ്റെ ഈ എൻഡ് ഭാഗം കൊണ്ട് നമുക്ക് ലേസ് ചെയ്യാവുന്നതാണ്. ഉണ്ടോ, ഇങ്ങനെ എടുക്കുമ്പോൾ തുണിയിലേക്ക് സൂചി കയറി പോകുന്ന ചാൻസ് ഉണ്ടാവില്ല. ഇവിടെ എൻ്റെ നൂല് തീരാറായി. അപ്പോൾ ഞാൻ ഒരു തുമ്പത്തേക്ക് എത്തിച്ചിട്ട് എൻഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോലെ ഈ ഭാഗത്ത് തന്നെ അത് ഞാൻ എൻഡ് ചെയ്തു. അത് ബാക്കിൽ കെട്ടിടും.
എന്നിട്ട് വീണ്ടും അടുത്ത നൂല് കോർത്തിട്ട് അതേ പോയിന്റിൽ തന്നെ ഞാൻ പുറത്തേക്ക് എടുക്കും. അപ്പോൾ നമുക്കതൊരു എൻഡ് ആയതുപോലെ തോന്നാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോണ പോലെ അത് ചെയ്ത് തീർക്കാം കേട്ടോ. അപ്പോൾ ഞാനത് നൂല് പുതിയത് കോർത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതേ പുതിയ നൂല് കോർത്തിട്ടുണ്ട്. അത് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ, അതേ പോയിന്റിൽ. കൺഫ്യൂഷൻ വരണ്ടെന്ന് എഴുതിയിട്ടാണ് അത് വീണ്ടും കാണിച്ചു തരുന്നത്. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓൾമോസ്റ്റ് നമ്മുടെ എൻഡിലുള്ള 2 സ്ട്രാൻഡ്സ് കഴിയാറായിട്ടുണ്ട്. അതൊരു 1-2 തവണയും കൂടി അതിൽ കൂടെ നൂല് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മാക്സിമം എൻഡ് വരെ ചെയ്യാം. നമ്മൾ വരച്ച സ്ട്രാൻഡ്സ് ഒരേ വലുപ്പമാണെങ്കിൽ അത് ഒരേ സമയത്ത് തന്നെ തീരും. അതൊരു ഭാഗത്ത് മാത്രം തീരാതെ നിൽക്കുമ്പോൾ അതിനൊരു അഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 സ്ട്രാൻഡ്സും ഒരേ വലുപ്പത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് മെഷർമെൻ്റ് എടുത്തിട്ടൊക്കെ വരച്ചോളൂ. ഓക്കെ, അപ്പോൾ ആ 2 സ്ട്രാൻഡ്സ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഈ 4 സ്ട്രാൻഡ്സ് ആണ് ചെയ്യാൻ പോണത്. ഇനി നമ്മൾ ലാസ്റ്റ് 2 സ്ട്രാൻഡ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ഞാൻ മാക്സിമം ടൈറ്റ് ആക്കിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ആ സ്ട്രാൻഡ്സ് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ സൂചി അതിൻ്റെ ഉള്ളിൽ കൂടെ കടത്തിയെടുക്കാൻ പറ്റാത്ത അത്രയും തന്നെ അത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളിതിവിടെ എൻഡ് ചെയ്യുന്നു. ഇത് താഴെ കെട്ടിടാം. ഇതാണ് നമ്മുടെ കമൽ കഷിത സ്റ്റിച്ച്. ഒരു സ്റ്റിച്ചാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ശ്രദ്ധിക്കുക, താഴെ ഇങ്ങനെ ലൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു 5 എണ്ണം 5 ഡയറക്ഷനിലേക്ക് വെച്ച് നമുക്കിതൊരു ഫ്ലവർ ആക്കാം. ഇതിൽ ചെറുതൊന്ന് താഴെ ചെയ്ത് നമുക്കിതിനെ ബട്ടർഫ്ലൈ ആക്കാം. അപ്പം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മോസ്റ്റ്ലി ഇത് ഒരു ഫ്ലവർ മോട്ടിഫായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ഒരു സ്റ്റിച്ച് കാണിച്ചപ്പോൾ തന്നെ നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോട്ടിഫ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കാം. കാരണം ഇനി വരുന്ന സ്റ്റിച്ചസൊക്കെ നമുക്ക് ഇതുവരെ നമ്മൾ സിംഗിൾ ലൈൻ സ്റ്റിച്ചസാണ് കൂടുതലായിട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ജസ്റ്റ് 1-2 സ്റ്റിച്ച് കാണിച്ച് തന്നാൽ നമുക്ക് ഉടനെ മോട്ടിഫിലേക്ക് കിടക്കായിരുന്നു. ഇതിപ്പോൾ നമുക്കൊരു സ്റ്റിച്ച് ഫുള്ളായിട്ട് കാണിക്കണമെങ്കിൽ തന്നെ ഇത്രയും ടൈം എടുക്കുന്നുണ്ട്. ടൈം എടുത്താലും സിമ്പിളാണ് കേട്ടോ. അപ്പം സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണേന്ന് ചെയ്ത് പഠിച്ചതിന് ശേഷം മാത്രം നമുക്ക് മോട്ടിഫിലേക്ക് കിടക്കാം. അപ്പോൾ മോട്ടിഫിന് വേണ്ടി ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ കമൽ കഷിത സ്റ്റിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്. സ്റ്റാർ സ്റ്റിച്ചിൻ്റെയും സ്പൈഡർ വെബിൻ്റെയും വീഡിയോ കാണാത്തവർ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതൊന്ന് കണ്ടോളൂ. അപ്പോൾ കുറച്ചും കൂടെ സിമ്പിളാവും. അപ്പം എല്ലാവർക്കും ഈ സ്റ്റിച്ചും ഈ വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ കമൽ കഷിതയുടെ മോട്ടിഫായിട്ട് വരാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയൊരു ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമുക്ക് കൂടുതൽ എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ പഠിക്കാം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് ബൈ ഫ്രം ആമോദ്.